ഹായ്, വെൽക്കം ടു എസ്തെറ്റിക് ലൈഫ്. ഇന്ന് എസ്തെറ്റിക് ലൈഫിൽ എൻ്റെ ഒരു ചെറിയൊരു ഡൗട്ട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് സന്ദർശിച്ചെടുത്ത് വന്നിരിക്കുന്നത്. എൻ്റെ കയ്യിലൊരു പ്രോപ്പർട്ടി ഉണ്ട്. ഇതാണ് ലോറിയലിൻ്റെ അബ്സല്യൂട്ട് റിപ്പയർ എന്ന് പറഞ്ഞിട്ട് എനിക്ക് കിട്ടിയൊരു മാസ്ക് ആണ്. അതായത് ഞാൻ കുറച്ച് സാധനങ്ങൾ ഒരു സൈറ്റിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എനിക്ക് സാമ്പിളായിട്ട് ചെക്ക് ചെയ്യാനായിട്ട് അവർ അയച്ചു തന്നതാണ്. അപ്പോൾ ഇത് പ്രൊഫഷണൽ എന്ന് ഇതിൽ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. പ്രൊഫഷണൽ മാസ്ക് ആണ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ യൂസ് ചെയ്യണം? ഇതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും സൈറ്റിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ ഇത് നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ ഒരു ബ്യൂട്ടീഷ്യനോടോ അല്ലെങ്കിൽ സലൂൺ ഓണറിൻ്റെ അടുത്തോ ചോദിച്ചിട്ട് വേണം യൂസ് ചെയ്യാൻ എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഇന്ന് ഞാൻ സന്ധ്യ ചേച്ചിട്ട് പറയുന്നത്. ഓക്കെ സന്ധ്യ ചേച്ചി, അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു മാസ്ക് എന്ന് പറയുന്നത്. ഇത് നമുക്ക് യൂസ് ചെയ്യാമോ? ഇത് പ്രൊഫഷണലിന് എഴുതിയിട്ടുള്ളത് കൊണ്ടാണ് എനിക്ക്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനം തന്നെയാണ്. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇത് കിട്ടുവാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഇത് യൂസ് ചെയ്യാം എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് ഡാൻഡ്രഫ് സംഭവങ്ങളൊന്നും ചെക്ക് ചെയ്ത് നമ്മൾ വീട്ടിലാവുമ്പോൾ ഇതൊന്നും ചെക്ക് ചെയ്ത് നോക്കുന്നില്ല. ഇത് റിപ്പയർഡ് സൈഡാണ്. ഇപ്പം നമുക്ക് ഇങ്ങനെ കിട്ടുന്ന മാസ്കുകളെല്ലാം ശരിക്കും എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ഈ ഒരു ചെറിയ ബോട്ടിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവർ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് കിട്ടിയാൽ ഉടനെ നമുക്ക് ചെയ്യേണ്ടത്, എപ്പോഴും നമ്മൾ എന്ത് മാസ്ക് ഇടുമ്പോഴത്തേക്കും, മാസ്ക് എന്നല്ല എന്ത് നമ്മൾ എന്തെങ്കിലും നമുക്ക് ഡാൻഡ്രഫ് ആയിരുന്നാലും ശരി തന്നെ, ഇങ്ങനെയുള്ള എന്ത് പ്രശ്നത്തിനായിരുന്നാലും ശരി തന്നെ, എന്ത് മാസ്ക് യൂസ് ചെയ്തിരുന്നാലും, നാച്ചുറലായിട്ടായിരുന്നാലും ശരി തന്നെ, അല്ലാത്ത മാസ്ക് ആയിരുന്നാലും ശരി തന്നെ യൂസ് ചെയ്തിരുന്നാലും നമ്മൾ നന്നായിട്ട് സ്കാൽപ്പ് ക്ലെൻസ് ചെയ്യുക. അതായത് ഷാംപൂ വാഷ് ചെയ്യുക. ഷാംപൂ വാഷ് ചെയ്തതിന് ശേഷം മാത്രം മാസ്ക് യൂസ് ചെയ്യാൻ നോക്കുക. അപ്പം നമുക്ക് അനീഷെ നമുക്ക് ഹെയർ വാഷ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഹെയർ വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ മാസ്ക് ഞാൻ യൂസ് ചെയ്ത് കാണിക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എങ്ങനെയായിരിക്കും എന്ന് കൂടി ഇന്ന് കാണാം. നമ്മൾ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഒരു 60% ഒക്കെ വെറ്റായിട്ടുള്ള ഹെയറിലാണ് നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് വെള്ളം ഒന്ന് തോർന്ന് കിട്ടണം. ഈ മാസ്ക് ഇട്ടിട്ട് നമ്മൾ എത്ര നേരം ഇരിക്കണം? 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ. അതിലപ്പുറം എന്തായാലും ഇരിക്കരുത്. ഇതിപ്പോൾ പാർലറിലായതുകൊണ്ടാണ് നമ്മളിങ്ങനെ സെക്ഷൻ എടുത്ത് കാണിക്കുന്നത്. അതായത് പാർലറിലുള്ള സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ ഇങ്ങനെ സെക്ഷൻ എടുത്തിട്ട് ക്ലിപ്പ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് നമ്മൾ ഒരു ഹെയർ സ്പാ നമ്മൾ ചെയ്യുന്നത്. വീട്ടിലായതുകൊണ്ട് നമ്മൾ അങ്ങനെയൊന്നും ചെയ്യണ്ട. ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് സെക്ഷൻ എടുക്കുക, എന്നിട്ട് അപ്ലൈ ചെയ്യുക. ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷിൽ അപ്ലൈ ചെയ്യുക, ഇല്ലെങ്കിൽ കൈ വെച്ചിട്ട് തന്നെ അപ്ലൈ ചെയ്താൽ മതി. പക്ഷേ ഇത് നന്നായിട്ട് ഹെയറിലും ആവണം, സ്കാൽപ്പിലും ആവണം. ഓ, അങ്ങനെയാണ്. ഹെയർ മാസ്ക് എന്ന് പറയുമ്പോൾ സ്കാൽപ്പിൽ തട്ടിയാലും കുഴപ്പമില്ല. നമ്മൾ നന്നായിട്ട് മസാജ് ഒക്കെ ചെയ്യുമല്ലേ. ഇപ്പം നമ്മളാവുമ്പം മസാജ് ചെയ്ത് കൊടുക്കും. വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന, അതായത് നമ്മൾ തന്നെ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള മസാജസ് പറഞ്ഞു തരാം. അപ്പം നമുക്കിത് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അല്ലേ. മാസ്ക് എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതിപ്പോൾ ഞാൻ ബ്രഷിലാണ് കാണിക്കുന്നത്. കയ്യിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇങ്ങനെ ഉടക്ക് നന്നായിട്ട് മാറ്റിയിട്ട് മാസ്ക് അപ്ലൈ ചെയ്യണം. വീട്ടിൽ ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ടിപ്പും കൂടെ പറഞ്ഞുതരാം. നമുക്ക് ഇങ്ങനത്തെ അടുപ്പുള്ള കോമ്പ് കിട്ടും. അപ്പം അത് വെച്ചിട്ട് നമ്മൾ മാസ്ക് ഇട്ടതിന് ശേഷം ഒന്ന് കോമ്പ് ചെയ്ത് പോവുകയാണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് അപ്ലൈ ചെയ്യാനും പറ്റും, എല്ലായിടത്തും ഇതാവുകയും ചെയ്യും. വീട്ടിൽ ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ അപ്ലൈ ചെയ്ത് പോവാം. ഇങ്ങനത്തെ പ്രോഡക്ട്സ് നല്ലതാണോ? അതെ, ലോറിയൽ നല്ലതാണ്. നമുക്ക് അറിയാവുന്ന കമ്പനീസ് എല്ലാം അതാ. ഇതുപോലെ നമ്മുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മൾ ഈ ഇങ്ങനെ ചുമ്മാ കിട്ടുന്ന സാധനങ്ങൾ ഒരിക്കലും നമ്മൾ വാങ്ങിച്ച്, ഇതിപ്പം അനീഷയ്ക്ക് കുറേ സാധനങ്ങൾ വാങ്ങിച്ചപ്പോൾ കിട്ടിയതാ, സൈറ്റിൽ നിന്ന് കിട്ടിയതാ. അപ്പം എല്ലാം നല്ലതാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം ഇതുപോലെ നമ്മുടെ അടുത്ത് വന്ന് ചോദിച്ചിട്ട് നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണെന്ന് അറിയത്തില്ലല്ലോ. ഇതിപ്പോൾ നമ്മളിങ്ങനെ ചെയ്തപ്പോൾ ഫ്രണ്ടിൽ മൊത്തം ആയി കഴിഞ്ഞു. എന്നിട്ട് കോമ്പ് വെച്ചിട്ട്
ചീകിയാൽ മതി. നനഞ്ഞ മുടിയും കൂടെ ആയതുകൊണ്ട് എല്ലായിടത്തോട്ടും അതങ്ങാവും. നല്ലൊരു തണുപ്പുണ്ട്, നല്ല മണമുണ്ട്. ഇതിപ്പോ ഹെയർ ഡാമേജ് അങ്ങനെയൊക്കെ ഉള്ളവർക്കാണോ കൂടുതലും യൂസ് ചെയ്യേണ്ടത്? കൂടുതൽ യൂസ് ചെയ്ത് നറിഷ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഷാമ്പൂ ആണ്. അതായത് കളറിങ്, കെമിക്കൽ യൂസ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള മുടിക്ക് യൂസ് ചെയ്യുന്നതാ. എന്നിട്ട് നമ്മൾ മിററിന്റെ ഫ്രണ്ടിലായിരിക്കുമല്ലോ നിൽക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ ഫ്രണ്ടിലോട്ട് എടുത്തിട്ടിട്ട് പിന്നെ നമുക്ക് ഇത് വേണമെന്നില്ല, ബ്രഷ് വേണമെന്നില്ല, കൈ കൊണ്ട് അപ്ലൈ ചെയ്താൽ മതി മുടിയിലോട്ട്. കൈ കൊണ്ടോ? ആ, ഇതാകുമ്പോൾ എളുപ്പമാണല്ലോ ചെയ്യാൻ. ബാക്കിലോട്ടൊക്കെ കൈ വെച്ചിട്ടിട്ടാൽ മതി. കാരണം എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലോട്ട് ബ്രഷ്, ബാക്കിലോട്ട് ബ്രഷ് തന്നെത്താനെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന മസാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെയുള്ളൊരു മസാജാണ്. അതായത് നമ്മൾ ഹെയറിൻ്റെ ഇടയിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് സ്വന്തമായിട്ട് ചെയ്യുന്ന മസാജാണ്. ഹെയറിൻ്റെ ഇടയിലോട്ട് ഇങ്ങനെ കൈ വെച്ചിട്ട് ഒരു റൗണ്ട് മസാജ്. ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ആ മസാജ് തന്നെ കൊടുക്കുക. നമ്മൾ വീട്ടിൽ വെച്ചിട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു ആവി കൊടുക്കണം, ഇല്ലെങ്കിൽ ഒരു ചൂട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ മുടിയെല്ലാം കൂടെ ഇങ്ങനെ മുകളിലോട്ട് വെച്ചിട്ട് ക്ലിപ്പ് ചെയ്യുക. ക്ലച്ചർ എന്തെങ്കിലും വെച്ചിട്ട് ക്ലിപ്പ് ചെയ്യുക. എന്നിട്ട് ചൂട് വെള്ളത്തിൽ ടവല് മുക്കിയിട്ട്, നല്ല തിളച്ച വെള്ളത്തിൽ ടവല് മുക്കിയിട്ട് ചെറുതായിട്ടൊന്ന് അറ്റിയിട്ട് റാപ്പ് ചെയ്ത് വെക്കുക. എന്നിട്ട് ആ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ഔട്ട് ചെയ്യുക. അപ്പോൾ വാഷ് ഔട്ട് ചെയ്യുമ്പോൾ ഷാമ്പൂ അങ്ങനെ എന്തെങ്കിലും ഒന്നും ചേർക്കണ്ട. നമ്മളിപ്പം പാർലർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് ചേർക്കത്തില്ലല്ലോ. നമ്മൾ വാഷ് ഔട്ട് ചെയ്യുമ്പോഴത്തേക്കും ഷാമ്പൂ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും യൂസ് ചെയ്യത്തില്ല. ഇത് ഇങ്ങനെ തന്നെ വാഷ് ചെയ്യുക. അപ്പോൾ നല്ല നറിഷ്മെൻ്റ് ആയിട്ടിരിക്കും. എപ്പോഴും നമ്മൾ എന്താണെന്ന് പറയുക, റിപ്പയറിങ് സൈഡിലുള്ള എല്ലാ സംഭവങ്ങളും ഡ്രൈനെസ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഡ്രൈനെസ്സിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളിലും നല്ല നറിഷ്മെൻറ്റ്, നല്ല മോയ്സ്ചർ ആയിട്ടിരിക്കുന്ന സാധനങ്ങളായിരിക്കും, ഇൻഗ്രീഡിയൻസ് ആയിരിക്കും ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുന്നത്. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് എല്ലാം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ശേഷം ഷാമ്പൂ വാഷൊന്നും ചെയ്യാതെ പിറ്റേ ദിവസം വാഷ് ചെയ്യരുത്. അതായത് ഒരു ദിവസമെങ്കിലും വിട്ടേക്കണം, പിറ്റേ ദിവസം വാഷ് ചെയ്യരുത്. രണ്ടാമത്തെ ദിവസം ഹെയർ വാഷ് ചെയ്താൽ മതി. ഇത് നമുക്ക് 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. നമ്മൾ ഹീറ്റൊന്നും കൊടുക്കുന്നില്ല. 20 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് വാഷ് ചെയ്തിട്ട് നോക്കാം. അതായത് ഇതാ മാസ്ക് ഇട്ടു, ഹെയർ വാഷ് കഴിഞ്ഞു, നമുക്കിനി ഇത് ഡ്രയർ ചെയ്ത് നോക്കാം. നല്ല സ്മൂത്ത് ആയിട്ട് ഇരിപ്പുണ്ട്. ശരി, നല്ല ഡ്രൈനെസ്സും ഉണ്ടായിരുന്നു കേട്ടോ. ഉണ്ടായിരുന്നല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് ഡ്രയർ ചെയ്യാം. അപ്പോൾ ഇത് എനിക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാമല്ലോ അല്ലേ ഇനി? ഉറപ്പായിട്ടും. ഇല്ലെങ്കിൽ ഇപ്പോൾ യൂസ് ചെയ്യത്തില്ലല്ലോ. അതെ. അപ്പോൾ എന്തും നമ്മളൊന്ന് കൺസൾട്ട് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ഓക്കെ ചേച്ചി, അപ്പം ഡ്രയർ ചെയ്ത് എനിക്കൊന്ന് സെറ്റ് ചെയ്ത് തരല്ലേ? ആ. പരീക്ഷ എങ്ങനെയുണ്ട്? എല്ലാം സെറ്റാക്കി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. കാരണം എനിക്കറിയില്ല ഇത് സ്പാം ആണോ എന്നുള്ളതൊന്നും അറിയില്ല. ഇവർ ഇങ്ങനെ കൂടെ അയച്ചു തരുന്നതാണ്. സ്പാം ആയിരിക്കില്ല. എന്നിരുന്നാലും ഞാനൊന്ന് കൺസൾട്ട് ചെയ്തിട്ട് ചെയ്യാമെന്ന് വെച്ചു. കാരണം അത് പ്രൊഫഷണൽ മാസ്ക് ആയതുകൊണ്ടാണ്. അതിന് ചിലപ്പോൾ വേറെ എന്തെങ്കിലും പ്രത്യേക മെത്തേഡ് ഉണ്ടോ എന്നൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ എന്തായാലും ഇങ്ങനെ ചെയ്തത്. സോ ഇപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടാവും എന്ത് ഭംഗിയായിട്ട് ഇത് കിടക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഇതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കിട്ടുവാണെന്നുണ്ടെങ്കിലോ തീർച്ചയായും നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന ഒരു ബ്യൂട്ടീഷ്യനെയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ ഒന്ന് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ഇത് ഉപയോഗിക്കാൻ നോക്കുക കേട്ടോ.
ഓക്കെ, അപ്പോ താങ്ക് യു ചേച്ചി. നമുക്ക് എസ്തറ്റിക് ലൈഫായിട്ട് നമ്മൾ എപ്പോഴും പല പല ടിപ്സുമായിട്ടാണ് വരുന്നത്. ഇതും ഒരു ടിപ്പായിരിക്കും എന്ന് തന്നെ വിശ്വസിക്കാം. അതെ അതെ അതെ, എല്ലാവരും ചിന്തിക്കുന്ന ഒരു രീതി അല്ലല്ലോ. നമ്മൾ എന്തെങ്കിലും കിട്ടിയ ഉടനെ അതിന്റെ ബാക്കിലുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും നോക്കാതെ തന്നെ അത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് മാത്രം നോക്കി മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. അത് അപ്പോഴും തന്നെ യൂസ് ചെയ്യണം, നല്ല ഭംഗിയായിരിക്കും എന്ന് വിചാരിച്ചിട്ട് പോകുന്ന ആൾക്കാരാണ്. ഫ്രീ ആയിട്ട് കിട്ടുന്നതെല്ലാം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കരുത്. അനീഷയും കൂടെ തന്ന ഒരു മെസ്സേജാണ് സത്യം. അപ്പോൾ എസ്തറ്റിക് ലൈഫുമായിട്ട് നമ്മൾ വീണ്ടും എത്തും. ബൈ.